നമുക്കിന്ന് ചെറുപയർ കൊണ്ട് 3 എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? ചെറുപയർ 4 മണിക്കൂറൊക്കെ കുതിർത്തിയാൽ മതി. രാവിലത്തെ പലഹാരമായിട്ട് ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ 2 കപ്പ് ചെറുപയർ കഴുകി വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെക്കണം. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇതൊന്ന് കുതിർന്ന് കിട്ടും. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം. കുറച്ച് മാവ് നമുക്ക് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ബാക്കി കുറച്ച് മാവ് ഇതുപോലെ ജാറിൽ തന്നെ വെക്കണം. എന്നിട്ട് ഇതിലോട്ട് ഒരു പച്ചമുളകും പകുതി സവാളയും പിന്നെ കുറച്ച് പെരിഞ്ജീരകവും ഉപ്പ് ആവശ്യത്തിന് കറിവേപ്പില കുറച്ച്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി മാറ്റി വെക്കാം. ആദ്യം നമ്മൾ കുറച്ച് മാവ് അരച്ച് വെച്ചില്ലേ, അവത്തിന് കുറച്ച് മാവ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കവും തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, മല്ലിയില, ജീരകം, ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാൻ ഞാൻ മറന്നുപോയേ, അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് നല്ലോണം ഒന്ന് മിക്സായി വരുമ്പോൾ ഇനി ഇതിലോട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്താൽ മതി. ഞാനിപ്പം അരച്ച മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. കാൽ ടീസ്പൂണിൻ്റെ കാട്ടിലും കുറച്ചുകൂടെ കുറവ് സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ബാക്കി നമ്മൾ മാറ്റി വെച്ച മാവില്ലേ, ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ കരിവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ ഉപ്പ് ആവശ്യത്തിന്. നമ്മുടെ മാവിനനുസരിച്ച് സോഡ ഇട്ടാൽ മതി. ഞാനിപ്പം 1/4 ടീസ്പൂണിനായിട്ടും കുറവായിട്ടില്ല. ഇനി ഇതിലോട്ട് കുറച്ച് കടുക് പൊട്ടിച്ചും കൂടെ ചേർക്കണേ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയും കടുകും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതും കൂടെ ഒന്ന് മാവിലേക്ക് ചേർക്കാം. ഇതിനി നല്ല രീതിക്കൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ദേ പലഹാരം ഉണ്ടാക്കാനുള്ള 3 മാവും ഇപ്പോൾ റെഡിയായി. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് മൂങ്ക്ലേറ്റ് ഉണ്ടാക്കിയാലോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പലഹാരമാണ് ഇത്. ചെറുപയറായതുകൊണ്ട് പ്രോട്ടീൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ പോലും വയറ് നിറയും. നമ്മളിത് 1-2 കൂടുതൽ കഴിച്ചാലും ഒരു കുഴപ്പമില്ല. അടുത്തത് നമുക്ക് ആദ്യം അരച്ച് വെച്ച മാവില്ലേ, അതുകൊണ്ട് നമുക്കിനി ദോശ ഉണ്ടാക്കാം. നമ്മൾ ലാസ്റ്റിൽ കടുകൊക്കെ പൊട്ടിച്ചൊഴിച്ച് വെച്ച മാവില്ലേ, ഇനി അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. ആദ്യം ഇങ്ങനെ തട്ടിൽ നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തേക്കണേ. പിന്നെ ഇതുപോലെ മാവെല്ലാം ഒന്ന് കോരി വയ്ക്കാം. സാധാരണ ഇഡ്ഡലി ഇഷ്ടപ്പെടാത്തവർ ഇതെന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. ഇത് നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഈ 3 ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പമല്ല ഉണ്ടാക്കാൻ, ഹെൽത്തിയും കൂടെയാണ്. നിങ്ങൾ എന്തായാലും ഈ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.